ഐക്യു മെഷർ ചെയ്യുക. ആർക്കും ബുദ്ധിയില്ല, അവൻ മാത്രമാണ് ബുദ്ധിവാന്ന് പറയുന്നത്. ചെയ്ത്താൻ്റെ ഐക്യു, ചെയ്ത്താൻ ഒരു മെൻഷ ടെസ്റ്റ് നടത്തുക, ഐക്യു ടെസ്റ്റ് നടത്തുക. ചെയ്ത്താൻ്റെ സ്കോർ എത്രയാണ് നോക്കുക. ഒരു കണക്കോളം ചെയ്യാൻ അറിയുണ്ടാവില്ല, ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയാൻ അറിയുണ്ടാവില്ല. അവനാണ് ആൾക്കാരുടെ ബുദ്ധി മെഷർ ചെയ്യുന്നത്. ഞാൻ എന്ത് പൊട്ടത്തോടാണ് പറഞ്ഞാൽ നീ പറയുന്ന നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും വട്ടം, നീ മാത്രം നോർമലല്ലേ? നീ പണ്ടൊരു വീഡിയോ നിങ്ങൾ പ്രശ്നം നീ പറഞ്ഞിട്ടുള്ളൂ. നീ കാണുന്ന ആൾക്കാർക്ക് എല്ലാം വട്ടം, നിനക്ക് മാത്രം കുഴപ്പമില്ല. വെളിവ് നിനക്ക് എന്ത് വെളിവുള്ളത്? കഞ്ചാവ് അടിച്ച് ഡ്രഗ്സ് അടിച്ച് വെളിവ് വീഴുമ്പോൾ കിടക്കുകയല്ലേ? നിനക്ക് എന്ത് മനുഷ്യത്തുള്ള ഫീലിങ്സ് ഇല്ലാതെ എന്തോ എമ്പതി ഉണ്ടാവും. നിനക്ക് എന്ത് എമ്പതി ഉണ്ടാവണം എന്നാ? എന്നാലും ജിസ്റ്ററുടെ കേസ് നീ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. നിങ്ങൾക്ക് കണ്ട പട്ടികളുടെ കണ്ട പെണ്ണുങ്ങളുടെ വികാരം മനസ്സിലാവും. നിങ്ങൾക്ക് എവിടെ മനുഷ്യരുടെ വികാരം മനസ്സിലാവുന്ന? 138 പണ്ട് പോലെ ഉണ്ടാവാം. പക്ഷേ ഫേമസ് ആയിട്ട് ഏത് സെലിബ്രിറ്റീസ് കൊണ്ടാണ് വയറിലാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഏത് സെലിബ്രിറ്റി കൊണ്ടാണ് 138 ഫേമസ് ആയത്? എന്തിൻ്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു നിനക്കറിയോ? എന്നെ ആ ഓണർ ഈ പ്രാന്തത്തിൻ്റെ റിവ്യൂ എടുക്കാൻ എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതുകൂടി താൻ മനസ്സിലാക്കിയില്ലല്ലോ. നിനക്ക് കൊണ അടിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയുമോ? നീ മോളെ കിട്ടുമ്പോണ്ട് മോളല്ലേ എന്തൊക്കെ നേടി? നീ എന്ത് നേടി? നീ ഭീരുവാണ്. കാരണം നീ പണ്ട് സിദ്ദിഖിനെതിരെ പറയാൻ നിങ്ങൾക്ക് പണ്ട് പേടിയായിരുന്നു. എന്നോട് പറഞ്ഞിട്ട് പറയാൻ പാടില്ല, സിദ്ദിഖ് ദിലീപിനോട് പറയാൻ പാടില്ല. അവർ അധോലോക ബന്ധമുണ്ട്, ദാവൂദ് ഇബ്രാഹിമായിട്ട് സിദ്ദിഖിന് ബന്ധമുണ്ട്. നാളെ നീ ആ ബാലയുടെ കേസിൽ രൂപ ഉണ്ടാക്കാൻ നോക്കിയല്ല. അതുകൊണ്ട് നീ ഇതുവരെ വേണ്ടിയിട്ടുള്ളോ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ? എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? കല്യാണം കഴിച്ച ശേഷം കട പെണ്ണുങ്ങൾ കുറേ നടക്കുന്നു. ഞാൻ കല്ലോടിക്ക് വീട്ടിലാണ്, പക്ഷെ ഞാൻ കല്യാണം കഴിച്ച ശേഷം പോവില്ല. എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത്? എന്ത് ബുദ്ധി നിനക്കുള്ളത്? നിൻ്റെ ഐക്യം എത്ര? നീ മെഷറേ. നിനക്ക് വെളിവ് സംഭവം അടുത്തോട് പോയിട്ടില്ല. ഡ്രഗ്സ് അടിച്ച് വെളിവുകൾ പോയി. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ല. എന്താണ് പൊട്ടത്തരം? എന്ത് പൊട്ടത്തരം ഞാൻ പറഞ്ഞു? ഞങ്ങളല്ലേ പൊട്ടത്തരം. പിന്നെ ഞങ്ങളെ വീഡിയോ എടുക്കുന്നത്. എൻ്റെയും പേരുടെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ഉള്ളുമാണോ എവിടെ വെച്ച് കണ്ടാലും എന്നെ വെച്ച് വീഡിയോ എടുക്കില്ല. എന്തിനാണ് നീ എടുക്കുന്ന? കുറേ എവിടെയും നടക്കാത്ത കുറേ ഇംപ്രാക്ടിക്കൽ ഐഡിയാസ് പറയും. ഒന്നും നടക്കുമില്ല, ഒന്നും ഇംപ്ലിമെൻറ്റും ചെയ്യില്ല. നീയല്ല എങ്ങനെയാടാ? നീ നിന്നെ കണ്ട ജോൺ അബ്രഹാം പോലെ, മറ്റേ പഴയ ഇൻ്റലക്ച്വൽ ഫിലിം മേക്കറെ ജോൺ അബ്രഹാം കിടക്കുന്നത്, നീ എവിടെ കിടക്കുന്നു? കുറേ എവിടെ നടക്കാത്ത ഇമ്പാക്റ്റിലെ കുറേ ഐഡിയാസും പറയും, അത് ഇംപ്ലിമെൻറ്റും ചെയ്യില്ല. നീ ഒന്ന് സ്വയം ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ബുദ്ധി? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ബോധമുണ്ടോ? ഹൃദയമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. നീ ആരാണ് എൻ്റെ വിചാരം? നിൻ്റെ സർട്ടിഫിക്കറ്റ് ആർക്കും വേണ്ട. നീ നന്നാവടാ. നീ പണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടെന്നാ. ഇപ്പം എന്താ മാറ്റി പറയണ? നീ ആദ്യം നന്നാവടാ, എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കുക. നീ ആരാണ് എൻ്റെ വിചാരം? നീ ആദ്യം നന്നാവുക. 42 വയസ്സായാലും ഒന്നും ആയിട്ടില്ലല്ലോ. വയറിലായിട്ട് 19 വർഷം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് എന്നെ കുറ്റം പറയാം. ആദ്യം സ്വയം നന്നാവുക, എന്നെ മറ്റുള്ളവരെ നന്നാക്കുക. നിൻ്റെ അടുപ്പിയിട്ട് എനിക്ക് വേണ്ട.